മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കാര്യങ്ങൾ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും. ഭാഗ്യ അനുകൂലമാണ്, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത്. മുൻകാല പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഇത് ഉചിതമായ സമയമാണ്. ആത്മീയ കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും. സമാധാനപരമായ യാത്രകളോ ചാരിറ്റി പ്രവർത്തനങ്ങളും സാധ്യമാകും. സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കും. ആഴ്ചയുടെ അവസാനത്തോടെ മാനസിക സമാധാനവും സന്തോഷവും ഉണ്ടാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വേഗത്തിൽ കൃത്യതയും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ലാഭം വീണ്ടും നിക്ഷേപിക്കുന്നത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രണയബന്ധങ്ങൾ മെച്ചപ്പെടും. കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും. ആരോഗ്യം പൊതുവെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് ഭാഗ്യം അനുകൂലമാണ്. ഫലങ്ങളെക്കുറിച്ചോ പ്രവേശനത്തെക്കുറിച്ചോ നല്ല വാർത്തകൾ ലഭിക്കുകയും ചെയ്യും. ഇടവക്കൂറ് നോക്കുമ്പോൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അലസതയും പ്രയോജനമില്ലാതെയും അനുഭവപ്പെടാം. തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളോ ഉയർന്ന അപകട സാധ്യതയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളോ ഒഴിവാക്കേണ്ടതാണ്. കാരണം നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അനാവശ്യമായ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ സഹായിക്കും. എന്നിരുന്നാലും ശക്തമായ ഇച്ഛാശക്തിയും മുതിർന്നവരുടെ അനുഗ്രഹങ്ങളും ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും.